ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റാപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഞാനിതിവിടെ എടുത്തിട്ടുള്ളത് പാലക് ചീര നല്ലപോലെ കഴുകി വെള്ളം വാർന്നതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു കെട്ടിൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു 2 പിടി ഉണ്ടായിരിക്കും. അതിലേക്ക് ഞാൻ ഒരു വലിയ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കോഴിമുട്ടയാണ്. അപ്പോൾ ഞാനതിലേക്ക് ഇത് 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഞാനിപ്പോൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്ലോറൊന്നും യൂസ് ചെയ്യുന്നില്ല. നമുക്കിത് വെച്ചിട്ട് ഒരു റാപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു പീസ് ബട്ടറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നല്ലപോലെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ഒരു സൈഡ് ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മൾ ഓംലെറ്റൊക്കെ തിരിച്ചിടുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഈ ഒരു അളവിൽ ഇതുപോലെ 3 ഉണ്ടാക്കാനായിട്ടുള്ളതാണുള്ളത്. ഇപ്പോൾ ദേ ഈ ഒരു സൈഡും കൂടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പാനിൽ നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് ഹോം മെയ്ഡ് മയണീസാണ് കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ടൊമാറ്റോസ് ഉണ്ടല്ലോ, ബേബി ടൊമാറ്റോസാണ് വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ തക്കാളി ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്താലും മതി. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇനിയിപ്പോൾ തന്നെ ഞാനിതിലേക്ക് കുറച്ച് ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളകൊക്കെ പരട്ടിയിട്ട് ഒന്ന് ഗ്രിൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പാനിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുക്കുംബറാണ്, അതൊന്ന് തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇനി വേറെ വല്ല വെജിറ്റബിൾസ് ഇഷ്ടമുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ മയണീസ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മടക്കിയെടുക്കുകയാണ്. ഞാനിത് മടക്കാൻ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അടിയിൽ ഫോയിൽ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫോയിൽ പേപ്പർ വേണം നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് മടക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമുക്കിത് മടക്കിയതിന് ശേഷം ഈ ഫോയിൽ റിമൂവ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സാൻഡ്വിച്ചാണിത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലും കൂടെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.